അബീഗ ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് അപ്പാടെ കുടിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? ഇനിയെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. വേനൽക്കാലം കടുത്തു വരികയാണ്. വേനൽ മഴ ഇടയ്ക്കിടെ ലഭിക്കുന്നുണ്ടെങ്കിലും ചൂടിന് കുറവില്ല എന്നതാണ് സത്യം. പലപ്പോഴും ചൂടിനെ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാം അതെല്ലാം ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക, അത് ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പലപ്പോഴും ചൂട് അസഹനീയമാകുമ്പോൾ ദാഹം ഇരട്ടിയാകുന്നു. എന്നാൽ അതിന് പരിഹാരം കാണാൻ ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്ത് അതുപോലെ കുടിക്കുമ്പോൾ അത് ദാഹം മാറ്റുമെങ്കിലും ആരോഗ്യത്തെ പ്രശ്നത്തിലാക്കിയാണ് ചെയ്യുന്നതെന്ന് പലരും അറിയുന്നില്ല. വേനൽക്കാലത്ത് കത്തുന്ന ചൂടിൽ നിന്നും ഒരല്പം ആശ്വാസം നിങ്ങൾക്ക് തൽക്ഷണത്തിൽ ലഭിക്കുമെങ്കിലും പിന്നീട് അതുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് പലരും ചിന്തിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. പലപ്പോഴും ആരോഗ്യത്തെ പ്രതിസന്ധിയിലാക്കുന്ന ചില ചെറിയ വലിയ മാറ്റമെങ്കിലും ഈ ശീലം നിങ്ങൾക്ക് നൽകുന്നു. കത്തുന്ന ചൂടിൽ ഇനിയെങ്കിലും ഐസ് വെള്ളം കുടിക്കുന്നത് ശീലമുള്ളവരാണെങ്കിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദഹനത്തിൽ കഷ്ടപ്പാട്. പലപ്പോഴും ദഹനത്തിനെ മന്ദഗതിയിലാക്കിയാണ് ഈ തണുപ്പ് വെള്ളം ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ രക്തക്കൊള്ളുകളെ സങ്കോചിപ്പിക്കുന്നു. അതോടെ നിങ്ങളുടെ ഭക്ഷണത്തിലെ കൊഴുപ്പ് അവിടെ കട്ടിയാകുന്നു. ഇത് ദഹനത്തെ പ്രതിരോധിക്കുന്നതിലേക്ക് എത്തും. അത് മാത്രമല്ല, ഭക്ഷണത്തിന് ഇടയിലെ ഭക്ഷണത്തോട് തൊട്ടു മുമ്പോ ഭക്ഷണം കഴിഞ്ഞ ഉടനെയോ തണുത്ത വെള്ളം കുടിക്കുന്നവരാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയെങ്കിലും തണുത്ത വെള്ളം കുടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. ചിലരിൽ ദഹനക്കേട്, വയറുവേദന എന്നിവയും ഇതുവഴി ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. തൊണ്ടവേദനയും അസ്വസ്ഥതകളും നിങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. എന്നാൽ അതിന് കാരണമാകുന്നത് ഒരുപക്ഷെ തണുത്ത വെള്ളം കൂടിയായിരിക്കാം. പ്രത്യേകിച്ച് നല്ല കടുത്ത ചൂടിൽ നിന്നും പെട്ടെന്ന് തണുപ്പിലേക്കുള്ള മാറ്റം നിങ്ങളിൽ തൊണ്ടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഇത് ജലദോഷത്തിലേക്കും മറ്റ് അണുബാധയിലേക്കും നിങ്ങളെ എത്തിച്ചേക്കാം. ഇത്തരം കാര്യങ്ങളെ ഒരിക്കലും നിസ്സാരമാക്കരുത്. ഇനിയെങ്കിലും തണുത്ത വെള്ളം കുടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ഹൃദയമിടിപ്പിൽ വ്യത്യാസം. പലപ്പോഴും നല്ലതുപോലെ തണുത്ത വെള്ളം കുടിക്കുന്നത് ഹൃദയമിടിപ്പ് ഉൾപ്പെടെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കുന്നു. ഇത് ഹൃദയമിടിപ്പിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്നു. അതിന്റെ ഫലമായി ചിലരിൽ നെഞ്ചുവേദന, തലകറക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കൂടുതൽ തണുത്ത വെള്ളം കുടിക്കുന്നവർക്ക് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വേണം ശ്രദ്ധിക്കാൻ. തലവേദന. പലപ്പോഴും തണുത്ത വെള്ളം കുടിക്കുന്നത്, പ്രത്യേകിച്ച് വളരെ വേഗത്തിൽ കുടിക്കുന്നത് തലവേദനയിലേക്ക് നയിക്കുന്നു. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നു. കാരണം അത് നിങ്ങളിൽ തണുത്ത വെള്ളത്തിന്റെ പാർശ്വഫലം ഉണ്ടാക്കുന്നതാണ്. പലപ്പോഴും അതിന് ബ്രെയിൻ ഫീസ് എന്നാണ് പറയുന്നത്. പലപ്പോഴും ശരീരത്തിലെ താപനിലയിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം നിങ്ങളുടെ തൊണ്ടയിലെ ഞരമ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും അത് തലച്ചോറിലെ സിഗ്നൽ കൊടുക്കുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി പലപ്പോഴും തലവേദന ഉണ്ടാകുന്നു. നിർജ്ജലീകരണം സ്ഥിരമാകുന്നു. നിങ്ങൾ തണുത്ത വെള്ളം കുടിക്കുന്നത് വഴി ശരീരത്തിൽ നിർജ്ജലീകരണം ഇല്ലാതാവുന്നില്ല. കാരണം ഇത് പലപ്പോഴും നിങ്ങളുടെ ശരീരത്തെ സാധാരണ താപനിലയിലേക്ക് കൊണ്ടുവരാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടതായി വരുന്നു. അതിന്റെ ഫലമായി പലപ്പോഴും ഇത് ജലാംശം ആഗിരണം ചെയ്യുന്നത് പ്രതിസന്ധിയിലാക്കുന്നു. അതിന്റെ ഫലമായി കൂടുതൽ നിർജ്ജലീകരണത്തിലേക്ക് ശരീരം എത്തുന്നത്. അത് മാത്രമല്ല, ആരോഗ്യത്തെ പ്രതിസന്ധിയിലാക്കിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയും വേണം. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തണുത്ത വെള്ളം പൂർണ്ണമായും ഒഴിവാക്കാനാവുമോ? പലപ്പോഴും അതിനെ പ്രതിരോധിക്കാൻ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിനായി തണുത്ത വെള്ളത്തിന് പകരം സാധാരണ താപനില അഥവാ റൂം ടെമ്പറേച്ചർ ഉള്ള വെള്ളം തിരഞ്ഞെടുക്കാം. ഇത് ശരീരത്തിന് കൂടുതൽ ഉന്മേഷവും കരുത്തും നൽകുന്നു. കൂടാതെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിച്ചാൽ ആരോഗ്യത്തോടെ വേനൽക്കാലത്ത് മുന്നോട്ട് പോകാനാകും. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.